അഹല്യയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ദേവേന്ദ്രൻ ഒരു ദിവസം ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ വന്ന് അവളെ ചതിച്ചു. ഇതറിഞ്ഞ ഗൗതമ മഹർഷി കോപാകുലനായി അഹല്യ ശിലയായി മാറട്ടെ എന്ന് ശപിച്ചു. നിരപരാധിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും മഹർഷി കേട്ടില്ല. പിന്നീട് ശാന്തനായപ്പോൾ അദ്ദേഹം അവൾക്ക് ശാപമോക്ഷം നൽകി. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ ശ്രീരാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ അവൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന്. അങ്ങനെ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി അവരുടെ അനുഗ്രഹവും വാങ്ങി രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലേക്ക് യാത്ര തുടർന്നു. മിഥില എന്ന മഹാനഗരിയിലേക്ക് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം പ്രവേശിച്ചു. ജനക മഹാരാജാവ് അവരെ വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു. മിഥിലയിൽ വെച്ച് വജ്രസമാനമായ ആ ശിവധനുസ് ആർക്കും കുരയ്ക്കാനായില്ല. എന്നാൽ വിശ്വാമിത്രന്റെ ആജ്ഞപ്രകാരം രാമൻ ആ വില്ല് അനായാസം ഉയർത്തുകയും ഞാനൊലിക്കവേ അത് രണ്ടായി ഒടിയുകയും ചെയ്തു. ഇതിനിടയിൽ കൊട്ടാരത്തിന്റെ മട്ടോപ്പാവിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് സീത നിൽക്കുന്നുണ്ടായിരുന്നു. രാമനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്റെ ഹൃദയം രാമന് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു സീത. ആ മുഹൂർത്തത്തിൽ ഭൂമിപുത്രിയായ സീതാദേവി വരണമാല്യവുമായി രാമനെ വരിച്ചു. പവനജസ്തുതി പാത്ര പാവന ചരിത്ര പവനജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവനജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ ഒരു അപ്രതീക്ഷിത അതിഥി അവരുടെ വഴി തടഞ്ഞു. കയ്യിൽ ഒരു മഴുവും തോളിൽ ഒരു വില്ലുമായി കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ഭാർഗവരാമൻ അഥവാ പരശുരാമൻ. പരശുരാമന്റെ വെല്ലുവിളിയെ ശാന്തതയോടെ നേരിട്ട് അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ചു. അയോധ്യയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാമകുമാരനെയും വധുവായ സീതയെയും ആഹ്ലാദപൂർവം വരവേറ്റു. ദശരഥ മഹാരാജാവ് ശ്രീരാമന്റെ പട്ടാഭിഷേകം നിശ്ചയിക്കുന്നു. കൊട്ടാരത്തിലെ ഒരു അന്തപുരത്തിൽ കൈകേയിയുടെ ദാസിയായ മന്ദരയ്ക്ക് ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു. കൈകേയിയുടെ മകനായ ഭരതൻ രാജാവാകണം, രാമൻ കാട്ടിൽ പോകണം, ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. മന്ദര കൈകേയിയുടെ അടുത്തെത്തി. അല്ലയോ രാജ്ഞി, അങ്ങ് ഇവിടെ സന്തോഷിച്ചിരിക്കുകയാണ്? അതെ, എന്റെ മകൻ രാമന്റെ പട്ടാഭിഷേകമാണ് നാളെ. ഞാൻ അതിന്റെ സന്തോഷത്തിലാണ്. നിന്റെ ജീവിതം നശിക്കാൻ പോകുന്നു. കൗസല്യയുടെ മകൻ രാമൻ യുവരാജാവായ അതോടെ നീ കൗസല്യയുടെ ദാസിയാവും. നിന്റെ മകൻ ഭരതൻ രാമന്റെ അടിമയായി ജീവിക്കേണ്ടി വരും. ഇതാണോ നീ ആഗ്രഹിക്കുന്നത്? ആദ്യം കൈകേയിക്ക് ദേഷ്യം വന്നു. നിർത്തു മന്ദരെ, രാമൻ എന്റെ ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. രാമൻ രാജാവാകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കൈകേയി തന്റെ കഴുത്തിലെ മുത്തുമാല എടുത്ത് മന്ദരയ്ക്ക് സമ്മാനമായി നൽകാൻ പോലും ശ്രമിച്ചു. മന്ദര പിന്മാറിയില്ല. അവൾ മണിക്കൂറുകളോളം കൈകേയിയുടെ ചെവിയിൽ വിഷം ചീറ്റി. പതിയെ പതിയെ കൈകേയിയുടെ മനസ്സ് മാറി തുടങ്ങി. രാമനോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്ത് ഭയവും അസൂയയും സ്ഥാനം പിടിച്ചു. പട്ടാഭിഷേകത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ദശരഥൻ കൈകേയിയെ ആ കോലത്തിൽ കണ്ട് ഞെട്ടിപ്പോയി. പണ്ട് പറഞ്ഞ 2 വരങ്ങൾ എനിക്ക് ഇപ്പോൾ തന്നെ വേണം. ചോദിച്ചോളൂ, ദശരഥൻ പറഞ്ഞു. ഒന്ന്, ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. രണ്ടാമത്തെ വരം, രാമൻ 14 വർഷം വനവാസം നടത്തണം. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ദശരഥന്റെ ഹൃദയത്തിൽ തറച്ചു. കൈകേയിയുടെ ക്രൂരമായ വാക്കുകൾ ആ കൊട്ടാരത്തിൽ മുഴങ്ങി.
കൈകേയിയുടെ നിർദ്ദേശപ്രകാരം സുമന്ത്രൻ രാമനെ വിളിച്ചു കൊണ്ടുവരാൻ പോയി. പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, ഭരതൻ രാജാവാകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ കാര്യവും സുഖങ്ങളും എനിക്ക് വലുതല്ല. അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിലാണ് എന്റെ ധർമ്മം. ഞാൻ ഇപ്പോൾ തന്നെ വനവാസത്തിന് തയ്യാറാണ്. രാമൻ അച്ഛന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വനവാസത്തിന് പോവുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ കൗസല്യയുടെ ഹൃദയം തകർന്നുപോയി. അവർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, ഇത് ഞാൻ കേൾക്കുന്നത് സത്യമാണ്. നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? രാമൻ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മേ, അച്ഛൻ ഇപ്പോൾ തന്നെ ദുഃഖം കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയും അദ്ദേഹത്തെ വിട്ടുപോയാൽ അച്ഛനെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയേണ്ടത് അമ്മയുടെ ധർമ്മമാണ്. അമ്മയെ സമാധാനിപ്പിച്ച് രാമൻ അടുത്തത് തന്റെ പ്രിയപത്നിയായ സീതയോട് പറഞ്ഞു, 14 വർഷത്തേക്ക് ഞാൻ വനവാസത്തിന് പോവുകയാണ്. ഇത് കേട്ട സീതയുടെ കണ്ണുകളിൽ ദുഃഖമായിരുന്നില്ല, ദൃഢനിശ്ചയമായിരുന്നു. അങ്ങില്ലാത്ത സ്വർഗം പോലും എനിക്ക് വേണ്ട. അങ്ങ് പോകുന്നിടമാണ് എനിക്ക് അയോധ്യ. ഈ യാത്രയിൽ തന്റെ ജ്യേഷ്ഠനെ സേവിക്കാനായി ലക്ഷ്മണനും ഒപ്പം പുറപ്പെട്ടു. അന്ന് ലക്ഷ്മണനോട് മാതാവായ സുമിത്ര പറഞ്ഞു, ലക്ഷ്മണ, നീ രാമനെ നിന്റെ പിതാവായ ദശരഥനായും സീതയെ നിന്റെ മാതാവായ എന്നെ പോലെയും കരുതുക. വനത്തെ നമ്മുടെ അയോധ്യയായി കണ്ട് നീ സന്തോഷത്തോടെ പോവുക. സുമിത്രയുടെ ഈ അനുഗ്രഹം ലക്ഷ്മണന് രാമഭക്തിയിൽ വലിയ കരുത്തായി മാറി.